മുനമ്പത്തെ സമരക്കാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ചർച്ച നടത്തും. നാളെ വൈകുന്നേരം 4 മണിക്ക് ഓൺലൈനായിട്ടാണ് സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുക. ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ അവരെ അറിയിക്കും. സലീം മാലിക് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിശദാംശങ്ങൾ. SKN ഇന്ന് ഈ ഉന്നതതല യോഗത്തിലെ വിഷയങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനിടെ തന്നെ മന്ത്രിമാർ അറിയിച്ചിരുന്നതാണ്. മുഖ്യമന്ത്രി ഈ സമരക്കാരുമായി ചർച്ച നടത്തും, അതിൻ്റെ തീയതി പിന്നാലെ തീരുമാനിക്കുമെന്ന്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി അവരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഉന്നതതല യോഗത്തിലുണ്ടായ തീരുമാനത്തിനെതിരെ പ്രതിഷേധക്കാർ രംഗത്ത് വന്നിരുന്നു. അതുകൂടി കൊണ്ടാണ് അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ വളരെ വേഗത്തിൽ സർക്കാർ ഇടപെടുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമരക്കാരുമായി ചർച്ച നടത്തുകയുമാണ്. നിലവിൽ ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതിൽ വലിയ എതിർപ്പാണ് സമരക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് പിന്നിൽ സർക്കാർ പറയുന്ന ന്യായം, വളരെ വേഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, അതല്ലെങ്കിൽ ഈ സമരക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ ഒരു ദിവസത്തെ സന്തോഷത്തിനപ്പുറം തൊട്ടപ്പുറത്തെ ദിവസം മുതൽ അത് വലിയ നിയമ നടപടികളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു പരിഹാരത്തിലൂടെ അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ ഇന്ന് അറിയിച്ചത്. അത് ഈ സമരക്കാരുമായി നേരിട്ട് സംസാരിക്കുകയും ഒപ്പം തന്നെ അവരുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ, ഓൺലൈനായി നടത്തുന്ന ചർച്ചയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 4 മണിക്കാണ് ഓൺലൈനായി ചർച്ചയുള്ളത്. നിലവിൽ ഈ പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം, നിലവിൽ പല മാർഗങ്ങളുണ്ടായിട്ടും ഇനിയും വീണ്ടും കാലങ്ങൾ നീണ്ടുപോകുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും അതല്ലെങ്കിൽ പഠനവും അത് വലിയ രീതിയിൽ ഈ അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. സർക്കാർ അതിന് നേരത്തെ തന്നെ മറുപടി പറയുന്നത്, ജുഡീഷ്യൽ കമ്മീഷന്റെ പഠനം അത് 3 മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് ആ നിലയിൽ തന്നെ പൂർത്തീകരിക്കണം, വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയും അവിടുത്തെ ആളുകളെ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് തന്നെ ഗുണമാകുന്ന രീതിയിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതുമാണ്. ഇക്കാര്യമാകും പ്രധാനമായും ഈ സമരക്കാരെ മുഖ്യമന്ത്രി അറിയിക്കുക. അവരുടെ ആശങ്കകളും ഒപ്പം കേൾക്കുകയും ചെയ്യും. ആ ആശങ്കകൾ ഈ ജുഡീഷ്യൽ കമ്മീഷനോട് തന്നെ മുഖ്യമന്ത്രി തന്നെ പങ്കുവെക്കുകയും ചെയ്യും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. SKN.